ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെയും ഹയർസിനെ കുറിച്ച് തന്നെയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഇന്ന് ഓണമാണ്. എന്നിരുന്നാലും നമുക്ക് ഈ ഹയർസിനെ കുറിച്ച് നമുക്ക് ഇവരുടെ ചെയ്തികളെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാം കാണുന്ന ഒരു ചേട്ടൻ്റെ ഒരു കമൻറ്റ് ആണ്. അതിന് എൻ്റെ അഭിപ്രായങ്ങളും പങ്കുവെക്കാം എന്ന് കരുതിയാണ് ഈ വീഡിയോ. പോടാ മഞ്ഞത്തലയ, ഇദ്ദേഹം പറയുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് ഡാനിയൽ പത്തനംതിട്ടയോ അങ്ങനെ എന്തോ ആണ്, ഡാനിയൽ ചേട്ടനാണ്. അപ്പോൾ പോടാ മഞ്ഞത്തലയ, ജയ് ജയ് ഹൈറിച്ച്, ഹൈറിച്ച് ഈസ് റിയൽ, ഐ ലവ് ഹൈറിച്ച്. ഇദ്ദേഹത്തിന് വേറെ ഒന്നും പറയാനൊന്നുമില്ല. ഇവരുടെ വക്കീലിനെ പോലെ തന്നെയാണ്. ഹൈറിച്ച് തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇതൊക്കെ ആരോപണങ്ങൾ മാത്രമാണ്, നമ്മുടെ മണീച്ചീനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുക. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഹൈറിച്ച് ഈസ് റിയൽ എന്നാണ്. ശരിയാണ്, ഹൈറിച്ച് ഒരു കമ്പനിയാണ്, അത് ഉള്ളത് തന്നെയാണ്. സ്കാം നടത്തിയെങ്കിൽ കൂടി അതൊരു ഫേക്ക് കമ്പനിയല്ല. സ്കാം നടത്തിയ ഒരു കമ്പനിയാണ്, ഫേക്ക് അല്ല. ചില ആൾക്കാരൊക്കെ കമ്പനി ഇല്ലാത്ത കമ്പനിയുടെ പേരിലൊക്കെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഹൈറിച്ച് എന്ന് പറയുന്നത് കമ്പനി ഉണ്ടാക്കിയിട്ട് തന്നെയാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അവരുടെ ഉദ്ദേശം വേറെയായിരുന്നു എന്ന് മാത്രമാണ്. ഇവർ വിദേശത്ത് പാസ്പോർട്ട് ഇല്ലാത്ത പ്രതാപൻ UK പോയിട്ട് കമ്പനി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും കുറച്ച് ഒരു വർഷത്തിൽ കുറവായിട്ടാണ് ആ കമ്പനി പ്രവർത്തിച്ചിരുന്നതെങ്കിലും, അല്ലെങ്കിൽ ആ ഒരു രജിസ്ട്രേഷൻ നിലനിന്നിരുന്നുവെങ്കിലും അങ്ങനെയും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഹെറോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി പ്രതാപന്റെ സ്വന്തം കമ്പനിയാണ്. അത് UK രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹൈറിച്ച് റിയൽ എന്ന് പറയുന്നതിന് എങ്ങനെയാണ് ഹൈറിച്ച് റിയൽ ആയത്? ശരിക്കും ഇവർ നിങ്ങളുടെ പണം വാങ്ങിയല്ലേ നിങ്ങൾക്ക് തന്നിരുന്നത്? മറ്റുള്ളവരുടെ പണം വാങ്ങിയല്ലേ തന്നിരുന്നത്? എന്തെങ്കിലും ബിസിനസ് നടത്തിയതിന്റെ ലാഭവിഹിതമാണോ നിങ്ങൾക്ക് തന്നിരുന്നത്? മണീച്ചേനെ നിങ്ങളും എതിർക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇവരൊക്കെ പറയുന്നത് മണീച്ചനല്ല, നമ്മൾ മണീച്ചനൊന്നും ചെയ്തിട്ടില്ല എന്നാണ്. അപ്പോൾ ഇവർക്കറിയാം മണീച്ചേനെ ഇവർ എതിർക്കുന്നുണ്ട്. നമ്മൾ മണീച്ചേൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എതിർക്കുന്നുണ്ട്, ഇവരൊക്കെ എതിർക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഇവർ ചെയ്തിരുന്നത് അത് മാത്രമാണ്. ഈ മണീച്ചയിൽ ചേരാൻ ആളില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ബിസിനസ് ഇവിടെ നിന്ന് പോയത് എന്ന് പറയാം. അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ടല്ല, അക്കൗണ്ട് മരവിപ്പിച്ചത് കൊണ്ട് ആർക്കൊക്കെ ഇവർക്ക് കോഴ കൊടുത്തു. അക്കൗണ്ട് മരവിച്ചു എന്ന് വിചാരിച്ചിട്ട് രാഷ്ട്രീയക്കാർക്കും കൂടോത്രക്കാരനും ഒക്കെ വക്കീലിനും ഒക്കെ എത്ര പണം കൊടുത്തു. ഈ വക്കീലിന് ഇവർ പറയുന്നു എത്രയാണ്, 50 ലക്ഷം കൊടുത്ത് ജാമ്യത്തിലിറങ്ങി, 25 ലക്ഷം വേണം അപ്പീലിന് കൊടുക്കാൻ, ഡൽഹിക്ക് കൊടുക്കാൻ 25 ലക്ഷം വേണം എന്നൊക്കെ പറയുന്ന ഇവര് എന്തുകൊണ്ട് ഒരു 100 രൂപ പേ ഔട്ട് കൊടുക്കാൻ പറ്റുന്നില്ല? നമുക്കറിയാലോ, ആഴ്ചക്കുള്ള പേ ഔട്ട് എന്ന് പറയുന്നത് വെറും 100 രൂപയാണ്. ഇവരുടെ സൂപ്പർ മാർക്കറ്റുകൾ ഏതെങ്കിലും പൂട്ടിയിട്ടുണ്ടോ? സൂപ്പർ മാർക്കറ്റുകളൊക്കെ നഷ്ടത്തിലാണ്. അന്നും നഷ്ടത്തിലാണ്, ഇന്നും നഷ്ടത്തിലാണ്. സൂപ്പർ മാർക്കറ്റുകളുടെ ലാഭത്തിന്റെ പകുതിയാണ് തരുന്നത് എന്ന് പറഞ്ഞ പ്രതാപന്റെ ആ ഒരു വാക്കുകൾ ഞാൻ കേട്ടതാണ്. ലാഭവിഹിതം എന്ന് പറയുന്നത് സൂപ്പർ മാർക്കറ്റുകളുടെ വരുമാനത്തിന്റെ പകുതിയാണ് എടുത്തിട്ട് നിങ്ങൾക്ക് പൂളിംഗമായിട്ട് ഞായറാഴ്ച തരുന്നത് എന്ന് പറയും. ഇത്ര കോടിക്കണക്കിന് രൂപ കൈക്കൂലി കൊടുക്കാനും ലക്ഷക്കണക്കിന് രൂപ അഡ്വക്കേറ്റ്മാർക്ക് ഫീസ് കൊടുക്കാനും ഇവരുടെ കയ്യിൽ എവിടെ നിന്നാണുള്ളത്? എന്നാൽ എന്തുകൊണ്ട് 100 രൂപ പേ ഔട്ട് ഇവർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ്. ഇവർ തുറന്നു പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മൾക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് ലാഭമില്ല, നമുക്കൊന്നും കിട്ടിയിരുന്നില്ല എന്ന് ഇവർ തുറന്നു പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരുപാട് ആൾക്കാർ കേസിൽ പോകുന്നു. പക്ഷെങ്കിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരെ കാത്തിരിക്കുകയാണ് ഈ ലീഡർമാരുടെ വാക്ക് കേട്ടിട്ട്. ഒരു ദിവസം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ബഡ്സ് കോർട്ടിൽ നിന്ന് ഉണ്ടായ അതേ വിധി തന്നെ പുറപ്പെടുവിക്കുന്ന മറ്റൊരു ദിവസം നിങ്ങളെ തേടിയെത്തും എന്നുള്ളത് നിങ്ങളിലെ ഒരുപാട് ആൾക്കാർക്ക് ഇന്ന് അറിവുള്ളതായിരിക്കും. അപ്പോൾ എന്തായിരിക്കും ഈ ലീഡർമാരുടെ അവസ്ഥ എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ.
അവർ പുതിയൊരു കളവ് പറയുമായിരിക്കും. കൂടിപ്പോയി കഴിഞ്ഞാൽ പുതിയൊരു കളവ് പറയുമായിരിക്കും. നമ്മുടെ വക്കീലാണ് കൂടുതൽ ഉച്ചത്തിൽ സംസാരിച്ചതെന്നും നമ്മുടെ വക്കീലാണ് കൂടുതൽ സമയം വാദിച്ചിരുന്നതെന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും. പക്ഷേങ്കിൽ എത്ര സമയം വാദിക്കുന്നു എന്നല്ല, എന്ത് രേഖകൾ ഹാജരാക്കുന്നു എന്നതാണ് ഒരു കോടതിയിലെ കാര്യമായിട്ട് വേണ്ടത്. അവിടെയാണ് നിങ്ങൾക്ക് യാതൊരുവിധ രേഖകളും കാണിക്കാനില്ലാത്തത്. ഈ ഒരു തട്ടിപ്പ് ഏതൊരു തട്ടിപ്പാണെങ്കിലും എതിർക്കുന്നവരെ എതിർക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവരൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന പോളിസി എന്ന് പറയുന്നത്. നമ്മളെ ആരെങ്കിലും എതിർക്കുന്നുണ്ടെങ്കിൽ അവരെ പലതും പറഞ്ഞിട്ട് അവരെ എതിർക്കാതിരിക്കുക. അവന് ഭ്രാന്താണെന്നും അത് അസൂയ കൊണ്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞ് ഈ ഒരു ആൾക്കാരെ അല്ലെങ്കിൽ മറ്റുള്ള ഇവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്. നേർക്ക് നേർക്ക് എതിർക്കാൻ നിന്ന് കഴിഞ്ഞാൽ അന്ന് തീരുമായിരുന്നു ഈ കമ്പനിയുടെ പ്രശ്നങ്ങൾ. ഈ കമ്പനിയുടെ നടത്തിപ്പ് തന്നെ അന്ന് തീരുമായിരുന്നു. പക്ഷെങ്കിൽ ഇവർ എതിർക്കില്ല. ഇവർ ആ എതിർക്കുന്നവർക്ക് അസൂയാണെന്നും അതിനെ മൈൻഡ് ചെയ്യേണ്ട എന്നും പറഞ്ഞ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നിങ്ങൾ പല കമ്പനികളുടെ കാര്യത്തിലും കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് 2021 മുഖ്യമന്ത്രിക്ക് കിട്ടിയിരിക്കുന്ന കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചേർപ്പ് പോലീസ് സ്റ്റേഷനിലെ SI രാത്രി 9 മണിക്ക് ഇവരുടെ കണിമംഗലം ടവേഴ്സ് എന്താണ് ആ ഒരു സ്ഥലത്തെ ഇപ്പോഴത്തെ സ്ഥിതി ചെയ്യുന്ന ആ ഒരു കമ്പനിയുടെ ഓഫീസിൽ കയറി ചെല്ലുകയും അവിടെയുള്ളവരെ ചോദ്യം ചെയ്യുകയും അവിടെയുള്ള കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക് എടുത്തു കൊണ്ടുപോവുകയും ചെയ്തിരുന്നത് 2021 2022 ഇവരുടെ ക്രിപ്റ്റോ സംബന്ധിച്ചുള്ള FIRകൾ വരുന്നത്. 2023 ജനുവരിയിലാണ് അർജുൻ ഈ ഒരു മണി ചെയിൻ കമ്പനിയെ കുറിച്ചുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഈ കമ്പനിക്കെതിരെ FIR ഇടുന്നത്. എന്നാൽ സെപ്റ്റംബറിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഈ കമ്പനി ഈ ഗതിയിൽ എത്തിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവർ പറയുന്നത് പരാതിക്കാർ ആരും തന്നെ നിക്ഷേപകരല്ല എന്നുള്ളതാണ്. നമ്മുടെ ആദ്യത്തെ FIR എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ശരിയാണ്, ചേർപ്പിലെ SI നിക്ഷേപകനായിരുന്നില്ല. പക്ഷെങ്കിൽ ഒരു ക്രിമിനൽ കേസിൽ ആവേണ്ട ആവശ്യമില്ല. ഏതൊരു പെരുങ്കള്ളനും വേണമെങ്കിൽ ഒരു ഇൻഫർമേഷൻ കൊടുക്കാം. ആ ഇൻഫോർമേഷനാണ് പ്രാധാന്യം, ഇൻഫോർമർക്കല്ല പ്രാധാന്യം. ഒരു ക്രിമിനൽ കേസിൽ ഒരു ഇൻഫോമർ ആരുമായിക്കോട്ടെ, ഇൻഫോർമേഷനാണ് പ്രാധാന്യം. ഇൻഫോമർ ആരുമായിക്കോട്ടെ, അവൻ കള്ളനോ അല്ലെങ്കിൽ മറ്റ് സമൂഹത്തിലെ ഏറ്റവും മോശപ്പെട്ടവനോ ആയിക്കോട്ടെ, ആ ഒരു കാര്യമാണ് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും നിങ്ങൾ ഇത് മാത്രമേ പറയുള്ളൂ, നിക്ഷേപകരാരുമില്ല. പക്ഷേങ്കിൽ ഇപ്പോഴത്തെ നിങ്ങൾ ഞെട്ടിക്കാണും. നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റ്, ഇപ്പോഴുള്ള FIRയുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും. ഇത്ര വലിയ നിക്ഷേപം നടത്തിയവർ അല്ലെങ്കിൽ ചെറിയ നിക്ഷേപം നടത്തിയവർ പോലും FIR ഇട്ടതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ കാരണം ഒറ്റ മാത്രമേ ഉള്ളൂ. ഇത് മാത്രമാണ് നിയമവഴിയെന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അല്ലാതെ ഒരുപാട് ആൾക്കാരെ മറ്റു ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങളെ വീട്ടിൽ വന്നിട്ട് ശല്യപ്പെടുത്താനോ നിങ്ങളെ കായികമായി നേരിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാനോ ഉള്ള കഴിവ് അവർക്കില്ലാത്തത് കൊണ്ടാണ് അവർ നിയമത്തിൻ്റെ വഴികൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും ഒരുപാട് ആൾക്കാരുടെ പരാതികൾ പോലീസ് സ്റ്റേഷനിൽ പെൻഡിങ് ആണ്. അതും കൂടി വന്നു കഴിഞ്ഞാൽ എന്താവുമെന്ന് പ്രവചിക്കാൻ പറ്റില്ല. ഈ ലീഡർമാരുടെ ഇപ്പോൾ കളവുകൾ മാത്രം പറഞ്ഞിട്ട് പിടിച്ചു നിർത്തുന്ന ഈ ലീഡർമാരുടെ അവസ്ഥ നിക്ഷേപകരുടെ കയ്യിൽ നിന്ന് എല്ലാം വാങ്ങിച്ചു കൂട്ടാനുള്ള കാര്യമായിരിക്കും.
അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ഡാനിയൽ ചേട്ടൻ്റെ ആ ഒരു മെസ്സേജിനെ കുറിച്ചാണ്. അദ്ദേഹം പറയുന്നത് പാവങ്ങളുടെ അന്നമാണ് ഹൈറിച്ച് എന്നാണ്. എടോ, പാവങ്ങളും മണീച്ചേനെ എതിർക്കുന്നവരാണ്. അവർ ചിലപ്പോൾ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാവും, ഇതിൽ ആരെങ്കിലും ചേർക്കേണ്ട ആവശ്യമുണ്ടോ, ഇത് മണീച്ചേനാണോ എന്നൊക്കെ അവർ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാവും. പാവങ്ങളാണെങ്കിലും ഇത്തരത്തിലുള്ള മോശം കാര്യങ്ങൾ ചെയ്തിട്ട് ജീവിക്കേണ്ട എന്ന് തന്നെയാണ് അവരുടെയും അഭിപ്രായം ഉണ്ടാവുക. കുരക്കാതെ പോടാ മഞ്ഞത്തലയാ, ഹൈറിച്ചിനെ കുറിച്ച് നിനക്കൊക്കെ എന്തറിയാമടാ മഞ്ഞത്തലയാ. എന്താണ് എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി, ഇനി ഇതിൻ്റെ കൂടുതൽ അറിയാനല്ല. ഞാൻ എന്തായാലും ഒരു 200 പേജുള്ള ഹൈറിച്ചിനെ കുറിച്ചുള്ള 200 പേജുള്ള ഡോക്യുമെൻ്റ് ഞാൻ ആക്കിയിട്ടുണ്ട്. ഞാൻ കളക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻസ് ആണ് ആ 200 പേജ് PDF-ലുള്ളത്. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ ഹൈറിച്ച് റിയൽ അല്ല, ഹൈറിച്ച് സ്കാം മാത്രമാണ്. ബൈ.